ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ രമ്യ സുജേഷ്, ഹീലിംഗ് ആൻഡ് മാനിഫെസ്റ്റേഷൻ കോച്ച്, NLP ട്രെയിനർ, യോഗ ആൻഡ് മെഡിറ്റേഷൻ ടീച്ചർ, റേക്കി ഹീലർ, മെന്റർ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ വിളിക്കുന്ന പേര് മാനിഫെസ്റ്റേഴ്സ് എന്നാണ്. അപ്പോൾ വെൽക്കം മാനിഫെസ്റ്റേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. ഇന്ന് സെൽഫ് ട്രാൻസ്ഫോർമേഷൻ ഡേ 2 ആണ്. ഇന്നലത്തെ പ്രാക്ടീസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിമ്പിൾ പ്രാക്ടീസ് ആയതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവും. ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു മാറ്റം അല്ലെങ്കിൽ എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ച സമയം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എന്നിൽ മാറ്റം സംഭവിക്കാൻ തുടങ്ങിയത് ഞാൻ എല്ലാത്തിനോടും നന്ദി പ്രകടിപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ്. എൻ്റെ ലൈഫിൽ ചെറുപ്പം മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ എനിക്ക് എന്തൊക്കെ ലഭിച്ചു അതിനൊക്കെ ഞാൻ നന്ദി പറയാൻ തുടങ്ങി. ആ പറയാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് നന്ദി പറയാനുള്ള അവസരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരാൻ തുടങ്ങിയത്. ആദ്യം ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഇല്ലായ്മയിലേക്കായിരുന്നു കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇങ്ങനെ, നിങ്ങളൊക്കെ ചിലപ്പോൾ സ്വയമായിട്ട് ചോദിക്കുന്ന ചോദ്യമായിരിക്കാം, എന്തുകൊണ്ടാണ് ഇത്രയും വിഷമങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണത് എന്നുള്ളതൊക്കെ നിങ്ങൾ ചോദിക്കുന്നുണ്ടായിരിക്കാം. ഇതുപോലെ ഞാനും ചോദിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. നമ്മളെപ്പോഴും നമുക്കുള്ളതിനെ കുറിച്ചിട്ട് ഓർക്കാൻ ശ്രമിക്കുക. എന്തൊക്കെയാണ് നമുക്കുള്ളത്? നമുക്ക് ഇല്ലാത്തതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലായ്മയാണ് അവിടെ വരുന്നത്. പകരം നമുക്ക് എന്തൊക്കെയുണ്ട്, എന്തൊക്കെ സന്തോഷിക്കാനുണ്ട്. ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഇന്ന് കാലത്ത് നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ ഒപ്പം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റുവെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. എത്രയോ കുടുംബങ്ങളിൽ പലതും ഇന്ന് സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മളുടെ കുടുംബത്തിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ട എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ട്. സോ നമ്മുടെ മനസ്സിന് സമാധാനം അതാണ്. ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സമ്പത്തും സമാധാനവും ഒക്കെ വരണമെങ്കിൽ നമ്മൾക്ക് ആരോഗ്യം ഉണ്ടാവണം. അപ്പം നമ്മുടെ ആരോഗ്യത്തിന് നന്ദി പറയണം. അതുപോലെ നമുക്കുള്ള സമ്പത്തിന് നന്ദി പറയണം. നിങ്ങൾ എപ്പോഴും നല്ലത്, നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്, മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് എന്തൊക്കെയുണ്ട് സന്തോഷിക്കാനായിട്ട് ദൈവം തന്നിട്ടുണ്ട്, എന്തൊക്കെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, ഇതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് ഇല്ലായ്മയിലേക്കുള്ള ശ്രദ്ധ കുറയാൻ തുടങ്ങും. നിങ്ങൾക്ക് സന്തോഷം വരാൻ തുടങ്ങും. നിങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങൾക്കും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ മിറാക്കിൾസ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാം. ഞാൻ അങ്ങനെ അനുഭവിച്ച് അറിഞ്ഞ ഒരാളാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത്, ഇത്രയും ധൈര്യത്തോട് കൂടിയിട്ട് പറയണത്. ഞാൻ നമ്മുടെ വീഡിയോസിൽ എപ്പോഴും ഷെയർ ചെയ്യാറുള്ളത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഗുണപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്, അല്ലാതെ ഒരു വീഡിയോ റീച്ചിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പ്രാക്ടീസുകൾ കഴിഞ്ഞാൽ ഡേ 1, ഡേ 2 എന്നൊക്കെ പറഞ്ഞ് കംപ്ലീറ്റഡ് എന്ന് കമന്റ് ചെയ്യാം. നിങ്ങൾ ചെറിയ പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് ഈ 30 ദിവസം കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ കുറേ മാറ്റങ്ങൾ 1 മാസം കഴിയുമ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ്, ഡേ 2ലെ പ്രാക്ടീസ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ നന്ദി പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ ഇന്ന് വരെ സംഭവിച്ച എല്ലാ നല്ല കാര്യങ്ങളും നന്ദി പറയാനായിട്ട് തുടങ്ങുക. എഴുതി വെക്കുക നിങ്ങളുടെ നോട്ട്ബുക്കിൽ. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് അതിനെല്ലാം നന്ദി എന്ന് പറഞ്ഞ് എഴുതുക. ഇപ്പോൾ ഞാൻ എഴുതുകയാണെങ്കിൽ ഒരു ഉദാഹരണം പോലെ പറഞ്ഞു തരാം. എൻ്റെ പരിപൂർണമായ ആരോഗ്യത്തിന് നന്ദി, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു വസ്തു ഞാൻ വാങ്ങിയതിന് നന്ദി. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾക്കും നന്ദിയായിട്ട് എഴുതുക. ഇന്ന് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ ഇതാണ്: എൻ്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ദൈവത്തിന് നന്ദി, പ്രപഞ്ചത്തിന് നന്ദി, നിങ്ങളുടെ ഗുരുസ്ഥാനത്ത് നന്ദി പറയാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈസി ആൻഡ് എഫേർട്ട്ലെസ്ലി വന്നു ചേരും. ഇത് സിമ്പിൾ പ്രാക്ടീസാണ്. ചെയ്തു കഴിഞ്ഞാൽ ഡേ 2 കംപ്ലീറ്റഡ് എന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് എല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ തന്നെ കാണാം. ഡേ 3ൽ കാണാം. താങ്ക്